അപ്പൊ TPക്ക് മാഷ ഉള്ള സ്റ്റിക്കർ, ഷാഫിക്ക് കാഫിർ സ്ക്രീൻഷോട്ട്, ഫാത്തിമ തെഹ്ലിയയ്ക്ക് കൗമിലെ കുട്ടി, ഈ രീതിയിലത്തേക്കുള്ള സ്ഥിരം ടെംപ്ലേറ്റ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്? അപ്പൊ അന്നേരം ഇതൊന്നും CPMന്റെ തലയിൽ വെക്കരുതെന്നാണ് ശ്രീ രാജേഷ് പറയുന്നത്. പിന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ തലയിൽ വെക്കുവോ? ഒരു തരത്തിലുള്ള വംശീയ വിദ്വേഷത്തെയും വർഗീയ സംഘർഷങ്ങളെയോ സംഘടനകളെയോ അത്തരത്തിലുള്ള ഒരു ശക്തികളെയും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം, ഇടതുപക്ഷം അത്തരത്തിലുള്ള വർഗീയതയോ വംശീയതയോ വിദ്വേഷങ്ങളെയോ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമല്ല, അതിനെതിരെ കർക്കശമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് പൊതുവെ ഇടതുപക്ഷമെന്നും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാഫർ അമ്പാടി മുക്ക് എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, റെഡ് ബാറ്റാലിയൻ എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, റെഡ് എൻകൗണ്ടർ എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, ഇതൊന്നും മെഷീൻ ഓൺ ചെയ്ത് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സംവിധാനമല്ല, മനുഷ്യർ തന്നെ രൂപപ്പെടുത്തിയ വാട്സാപ്പ് ഗ്രൂപ്പുകളാണ്. ഇതിൽ നിന്നും ഏറ്റവും അവസാനം എത്തിയതാണ്, ഏറ്റവും ആദ്യം ഇതിലേക്കും എത്തിപ്പെടുന്നത് ആരാണ്? റിബേഷ് രാമകൃഷ്ണൻ എന്ന അധ്യാപകരിലേക്കാണ്. മനുഷ്യനാണ് കേട്ടോ, റോബോട്ടല്ല, AI അല്ല. ചോദ്യം ചോദിച്ചോട്ടെ, ഞാൻ അങ്ങോട്ട് ഒറ്റ ചോദ്യം ഉള്ളൂ ഇതിനകത്ത്, ഒറ്റ ചോദ്യമുള്ളൂ. ഇപ്പൊ നിങ്ങൾ എന്താണ് ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത്? എന്താണ് ഇത് LDFോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോ ഏതെങ്കിലും തരത്തിലുള്ള വംശീയ വിദ്വേഷത്തിന് ഗൂഢാലോചന നടത്തിയെന്നോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്താണ് ഞാൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. വടകരയിൽ സാമുദായികമായി ഈ നാടിനെ, നല്ല നാടിനെ വേർതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ക്രീൻഷോട്ട്, അതിന്റെ പ്രഭവ കേന്ദ്രം LDFന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരാളുടെ ഭാഗത്തുനിന്നാണ് എന്ന് വരെ കേരള പോലീസ് കണ്ടെത്തി. അയാൾ ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നു എന്ന് പറഞ്ഞ് അയച്ച ശേഷം അതിന്റെ ഫലത്തിന് കാക്കാതെ പോലീസ് ഇത് ക്ലോസ് ചെയ്യുന്നെങ്കിൽ അങ്ങെന്താണ് മനസ്സിലാക്കുന്നത്? എന്നോട് പറഞ്ഞുതരൂ. ആ ഫലത്തിന് കാക്കാതെ പോലീസ് ഇത് ക്ലോസ് ചെയ്യുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഉദ്ദേശം എന്താണ്? പറയൂ. ഫലത്തിന് കാക്കാതെ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? തെളിവുകൾ കിട്ടിയിട്ടില്ലെന്നല്ലേ? അല്ല, ഇനിയിപ്പോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. LDF സർക്കാരിന്റെ കാലത്ത് ഇങ്ങനൊരു ഹീനകൃത്യം നടന്ന് അതിന്റെ അന്വേഷണം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഫോൺ പരിശോധനയ്ക്ക് അയച്ച ശേഷം ആ ഫലത്തിന് കാക്കാതെ പോലീസ് ഒരു കേസ് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ താല്പര്യം എന്താണ്? ഇത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെ ഇതിന് ഉത്തരം പറയണം. പോലീസ് ആ കേസ് എങ്ങനെ അന്വേഷിച്ചു, എങ്ങനെ ഏത് വിധത്തിൽ അന്വേഷിച്ചു, അത് അവസാനിപ്പിക്കാനുള്ള കാരണം എന്താണ് എന്ന് പറയാൻ ഞാൻ എങ്ങനെ പറയും? അതല്ലല്ലോ പ്രധാനപ്പെട്ട കാര്യം. രണ്ടോ മൂന്നോ വാക്കിൽ പറയാവുന്നതേ ഉള്ളൂ. ഡിവൈഎഫ്ഐയുടെ നിലച്ചെങ്കിൽ അയാൾ അത്രമാത്രമേ അതിന്റെ കാര്യമുള്ളൂ. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ വിഭാവനം ചെയ്ത് നരേറ്റീവ് ഉണ്ടാക്കി ആഖ്യാനം ഉണ്ടാക്കുന്ന തരത്തിലൊന്നും ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. ഇടതുപക്ഷത്തിന്റെ എന്താ പറയാ, സെക്യുലറിസത്തെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം പോലീസിന് മുമ്പിലോ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളുടെ മുന്നിലോ ഈ പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിലോ ബോധ്യപ്പെടുത്തേണ്ടതായ ഒരു കാര്യവും തൽക്കാലം ഇന്ത്യയിൽ ഇല്ല, പ്രത്യേകിച്ച് കേരളത്തിലില്ല. ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷതയെ സംബന്ധിച്ചും അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം ഇടതുപക്ഷത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രമുണ്ട്, ദീർഘകാലത്തിലുള്ള ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അതിനെ സംബന്ധിച്ച് എനിക്ക് ഞാൻ എന്താണ് പറയേണ്ടത്? പോലീസ് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി എന്തെങ്കിലും വിടുവേല ചെയ്യുന്നൊക്കെയല്ലേ ആരോപിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? അന്വേഷണത്തിൽ നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്നു. ഇപ്പൊ കുറച്ചധികം ഗോതമ്പും കഴിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളെല്ലാം അരിയാഹാരം വിട്ടിട്ടില്ലല്ലോ. ഞാൻ ചേട്ടാ നമ്പർ മറക്കണ്ട, വളരെ ഗുരുതരമായ ഒരു ക്രൈം നടന്നു. ആദ്യം ഒരു MSF-കാരൻ അത് അന്വേഷിച്ച് വന്നപ്പോൾ ഒരു DYFI-കാരൻ അതിൽ ഫോണ് പരിശോധനയ്ക്ക് അയക്കുന്നു. ആ പരിശോധന ഫലം കാക്കാതെ ഈ കേസിൽ പ്രതിയെ കണ്ടെത്താൻ പറ്റില്ല. കേരള പോലീസ്, ലോകത്തെ വേറെ ഏതെങ്കിലും പോലീസാണെങ്കിൽ പോട്ടെ, അവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അങ്ങേക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റുക? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അല്ല, ഇടതു സർക്കാരിലെ പോലീസ് ആ വിഷയത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു. അല്ലെങ്കിൽ നിയമം അവരിൽ എന്താണോ അർപ്പിച്ചത് അത് ചെയ്യുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞ അങ്ങനോട് യോജിക്കോ വിയോജിക്കോ? ഞാൻ യോജിക്കത്തില്ല. കാരണം റീത് പണിക്കരൊക്കെ പൊതുവെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നുള്ള പ്രതികളെവിടെ, കുറ്റവാളികളെവിടെ, അതെന്താണ്? പരാജയമാണെങ്കിലല്ലേ പരാജയം എന്ന് പറയാൻ കഴിയുള്ളൂ.
പരാജയമാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? പരാജയം ഒരു കാര്യം അല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? പലതരത്തിലുള്ള നെഗറ്റീവ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായി നിങ്ങൾ എന്ത് ചർച്ച എന്തോ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഈ കാഫിർ കേസ് കേരള പോലീസ് അന്വേഷിച്ചിട്ട് വിജയിച്ചോ? ഒരു തീർപ്പിലെത്തിയോ? ഒരു ഫൈൻഡിങ്ങിലെത്തിയോ? കുറ്റവാളിയെ കിട്ടിയോ? അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുതിയ ഗവൺമെന്റ് വരുന്നത് അല്ലേ? ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അല്ല, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഏത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾ അടക്കമുള്ള ആളുകൾ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താണ്? ഏത് കേസ്? ഏത് കേസിൽ? കേസിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ. ഞാൻ വസ്തുതാവിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞു അങ്ങനെ തുറന്നു കാണിക്കണം, ജനങ്ങൾ കണ്ടോണ്ടിരിക്കുക. അല്ല, വസ്തുതാവിരുദ്ധമായിട്ട് പറഞ്ഞു എന്നുള്ളതല്ലല്ലോ ഞാൻ പറഞ്ഞത് ഇത് എന്തോന്നാണ് ഈ ചർച്ച കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് വരുന്നത്, ഞാൻ ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും ഈ വിഷയത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വർഗീയ വംശീയ സമൂഹത്തെ വിഭജിക്കുന്ന ശിഥിലമാക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ്. ആ പ്രവണത ഒരു കാരണവശാലും കഴിയുമ്പോഴും ഈ കേസിന്റെ ഗൗരവത്തെ വീണ്ടും വീണ്ടും പെരുപ്പിക്കുകയാണ്. എന്നിട്ടാണ് അങ്ങ് പറയുന്നത് ഇതിലൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്. അത്രത്തോളം ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു കേസ് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി മരവിപ്പിച്ച് അവസാനിപ്പിച്ച പോലീസാണ് കഴിഞ്ഞ സർക്കാരിന്റെ പോലീസ്. ഈ സിപിഐഎമ്മിന്റെ തലയിലോട്ട് വെക്കരുത്. പിന്നെ ബിജെപി സർക്കാരിന്റെ പോലീസ് CPM ഇതിന് തരത്തിൽ ഒന്നും ഉണ്ടാക്കിയില്ല. ആലപ്പുഴയിലെ സമാധാനപരമായിട്ട് കരിങ്കൊടിയായിട്ട് നിന്ന പിള്ളേരാണ്. അവരെ കേരള പോലീസ് തന്നെ പിടിച്ചു മാറ്റിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയ ഒരു രക്ഷാദൗത്യത്തിന് ഇറങ്ങിയത്. എന്നിട്ട് എന്താ നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾ ആരെങ്കിലും കുറ്റക്കാരാക്കിയോ? ഈ മറ്റൊരു സർക്കാരിന്റെ പോലീസ് വന്നപ്പോഴാണ് അവരകത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പോലീസ് അല്ല, രണ്ട് പോലീസാണ്. ഒരു നരകത്തില്ല. അങ്ങ് തന്നെ പറഞ്ഞതിന്റെ ഗൗരവം പറഞ്ഞില്ലേ? ഈ കേസ്, ഈ സംഭവം, ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ച അതിന്റെ പിന്നിലെ ബുദ്ധി എന്തായിരുന്നു? അതിന് ലക്ഷ്യം എന്തായിരുന്നു? അത്ര ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു കേസ് ഒരു ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിന്റെ ഭാരവാഹിയുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ തലം വരെ എത്തി. അയാളുടെ ഫോൺ പിടിച്ചെടുത്ത് അയാളുടെ ഫോൺ അയച്ചെന്നേ LDF പോലീസ് അയാളുടെ ഫോൺ എടുത്ത് അയച്ചു ഫോറൻസിക്. അതിന്റെ ഫലത്തിനൊന്നും കാക്കാതെ ഞങ്ങൾക്ക് പ്രതിയെ കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ കേരള പോലീസ് പൂട്ടിക്കെട്ടിക്കൊണ്ട് പോയെങ്കിൽ അതിനർത്ഥം എന്താണ് സാർ? ഇതാണ് പ്ലെയിൻ ചോദ്യം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അതിന് ഞാൻ പല പ്രാവശ്യങ്ങളായിട്ട് മറുപടി പറഞ്ഞു. വീണ്ടും പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നുണ്ട്. ഈ ചോദ്യത്തിന് തന്നെ വീണ്ടും നമ്മൾ ഈ ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നിരിക്കുകയല്ലേ സുഹൃത്തെ? പറഞ്ഞു തന്നെ വീണ്ടും എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഞാൻ ഒറ്റ ചോദ്യം ഞാൻ അങ്ങോട്ട്. പിണറായി സർക്കാരിന്റെ കാലത്ത് എന്താ കാഫിർ സ്ക്രീൻഷോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പക്ഷപാതപരമായി നിലപാട് സ്വീകരിച്ച് ഇവിടെ മുഴുവനുള്ള സഹാക്കന്മാർ ഗൂഢാലോചന നടത്തി, അല്ലെ പാർട്ടി ഗൂഢാലോചന നടത്തിയിട്ടാണെന്ന്. അതുകൊണ്ട് പിണറായി ഗവൺമെന്റിന്റെ പോലീസ് ഇതിനെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന് തെളിയിക്കാത്തൊരു കാര്യം നമ്മൾ നരേറ്റ് ചെയ്ത് ഉണ്ടാക്കരുത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ഫേസ്ബുക്കിൽ ആ സമയത്ത് വന്നിരുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ശ്രീ രാജേഷ് അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കാഫിർ സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ഈ റിബേഷ് ആണ് എന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ ഇനാം. അങ്ങനെയായിരുന്നു. എന്നാലോചിച്ച് നോക്കാം, അതായിരുന്നു അവരുടെ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു. സത്യത്തിൽ തനിക്ക് എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് കിട്ടിയത് എന്ന് വെളിപ്പെടുത്തിയാൽ ആ 25 ലക്ഷം രൂപ റിബേഷിന് കൊടുക്കാം എന്ന് വേണമായിരുന്നു അവർ പറയാൻ. അത് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ റിബേഷ് അത് പറയുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. റിബേഷിന്റെ ഈ വാർത്ത വന്നപ്പോൾ, അതായത് അദ്ദേഹത്തിന്റെ മൊഴി എടുത്തതിന് ശേഷം, അത് പോലീസ് റിപ്പോർട്ടായിട്ട് കൊടുത്തതിന് ശേഷം കേരളത്തിലെ ഒരു മാധ്യമത്തിൽ വന്നിരുന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്തയുടെ ഒരു 2 ലൈൻ ഞാൻ വായിക്കാം. റിബേഷിന്റെ മൊഴി എടുത്തെങ്കിലും പോസ്റ്റ് ലഭിച്ചത് എവിടെ നിന്നാണെന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. പോസ്റ്റ് സൃഷ്ടിച്ചത് റിബേഷ് ആണോ അതോ ഡൗൺലോഡ് ചെയ്തതാണോ എന്നറിയാൻ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതേ ചോദ്യം തന്നെയാണ് ഇവിടെ ശ്രീ അയ്യപ്പദാസ് നേരത്തെ മുതൽ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കേണ്ടതില്ലേ? അതിനു മുമ്പ് തന്നെ ഈ ആയുധങ്ങളെല്ലാം തന്നെ അടിയറ വെച്ചുകൊണ്ട് ഈ അന്വേഷണം ഇനി മുന്നോട്ട് പോവില്ല എന്ന് തീരുമാനിക്കാൻ കേരളത്തിലെ പോലീസിനോട് ആര് പറഞ്ഞു? അതാണ് ചോദ്യം. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ TPക്ക് മാഷ ഉള്ള സ്റ്റിക്കർ, ഷാഫിക്ക് കാഫിർ സ്ക്രീൻഷോട്ട്, ഫാത്തിമ തെഹ്ലിയയ്ക്ക് കൗമിലെ കുട്ടി, ഈ രീതിയിലത്തേക്കുള്ള സ്ഥിരം ടെംപ്ലേറ്റ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്?
അപ്പോൾ അന്നേരം ഇതൊന്നും CPM-ന്റെ തലയിൽ വെക്കരുതെന്നാണ് ശ്രീ രാജേഷ് പറയുന്നത്. പിന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ തലയിൽ വെക്കുവോ? ബിജു ജനതാദളിന്റെ തലയിൽ വെക്കുവോ? ഇത് ആര് ചെയ്തു? ഇതുകൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ്? അതല്ലേ ഇവിടെ പൊതുസമൂഹം ചിന്തിക്കുന്നത്. അപ്പൊ അത് ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഈ 3 വിഷയങ്ങളിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, നിങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ CPM-നെയാണ് ഉദ്ദേശിക്കുന്നത്, എന്ത് തരത്തിലുള്ള കറക്റ്റീവ് മെഷറാണ് ഉണ്ടായിരിക്കുന്നത്? CPM-ന്റെ ആൾക്കാർ ഇതിലൊന്നും തന്നെ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ പൊതുസമൂഹത്തിന് മുന്നിൽ, വേണ്ട പ്രവർത്തകർക്ക് മുന്നിലെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഈ 3 വിഷയങ്ങളിലും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ? ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പ്രശ്നം ഉണ്ടായതിനു ശേഷം ശ്രീമതി ശൈലജ ഒരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന വീഡിയോ ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ ചെയ്യുന്നയാള് ശ്രീമതി ശൈലജയോട് ചോദിക്കുന്നുണ്ട്, ഇതിൽ ആരോപണ വിധേയനായിട്ട് നിൽക്കുന്ന, ഇത് പ്രചരിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി റിബേഷ് എന്ന് പറയുന്ന നിങ്ങളുടെ തന്നെ DYFIയുടെ ഒരു നേതാവാണല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രീമതി ശൈലജ മറുപടി പറയുന്നത് എന്താണെന്നറിയോ? റിബേഷ് ആരോപണ വിധേയനാണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ആരാണ് സാർ തെളിയിക്കേണ്ടത്? ഇതേ പോലീസാണ് തെളിയിക്കേണ്ടത്. എങ്ങനെയാ തെളിയിക്കേണ്ടത്? ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ്, ഫോറൻസിക് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതെല്ലാം കിട്ടുന്നതിന് മുമ്പേ തന്നെ ഈ ആയുധം വെച്ച് കീഴടങ്ങി കഴിഞ്ഞാൽ, ഇനി അന്വേഷണം മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ നേതാക്കന്മാർക്ക് എല്ലാ കാലവും അദ്ദേഹം ആരോപണ വിധേയൻ മാത്രമാണല്ലോ, കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയാനുള്ള ഒരു വഴിയല്ലേ നിങ്ങൾ ഉണ്ടാക്കിയത്. എന്നിട്ട് ശ്രീമതി ശൈലജ അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു, ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് ഇതൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യപ്പെടുന്നത്, അന്വേഷിച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ അക്കൗണ്ടുകളൊക്കെ ഡിലീറ്റ് ആകപ്പെടും എന്ന്. ഇവരുടെ ആരുടെ അക്കൗണ്ട് ഡിലീറ്റ് ആയിട്ടില്ല. ഇവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, ഇവരിലേക്ക് അത് ട്രേസ് ചെയ്യപ്പെട്ടതാണ്. എന്നിട്ടും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ അല്ലാതെ നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിന്ന് DMK കൊണ്ടുവന്ന് പ്രതിസ്ഥാനത്ത് നിർത്താൻ പറ്റുമോ? പിന്നെ നാണക്കെടുത്തി. ആൾക്കാരുടെ സ്വാഭാവികമായിട്ടുള്ള സംശയം, ഈ ആൾക്കാർ ഈ പറയുന്നത് പോലെ കുറച്ച് ചപ്പാത്തിയും കുറച്ച് ചോറും ഒക്കെ കഴിക്കുന്ന ആൾക്കാരല്ലേ? ആൾക്കാർക്ക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? നിങ്ങൾ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മുഴുവൻ ഇരുട്ടാവുമോ? നാട്ടുകാർ ഇതെല്ലാം ചോദിക്കില്ലേ? ഇതെല്ലാം ചിന്തിക്കില്ലേ? കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടി പറയാൻ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവിന് സാധിച്ചിട്ടുണ്ടോ? ഇതാണ് വിഷയം. നമ്മുടെ നാട്ടിൽ പച്ച വെളിച്ചത്തിൽ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഈ പൂച്ചട്ടിയും ഹെൽമെറ്റും എടുത്തിട്ട് ഒരാളിന്റെ തലക്കടിച്ചതിന് ശേഷം നിങ്ങൾ മുഴുവനും പാടി നടന്നിരുന്നത് എന്താ? രക്ഷാപ്രവർത്തനമാണെന്നല്ലേ. ഞാൻ പറഞ്ഞ അത് ഈ ആൾക്കാരുടെ ലോജിക്കിന് നിരക്കുന്നതല്ല എന്നൊരു ചിന്ത ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ CPM-ന് ഉണ്ടായോ? ഇപ്പൊ കുറെ പേര് തിരുത്താൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ടല്ലേ. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളിലും മറ്റ് കമ്മിറ്റികളിലും ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്, ആ സമയത്ത് നമ്മുടെ നേതാവ് പറഞ്ഞത് ശരിയായില്ല, മറ്റേ നേതാവ് ന്യായീകരിച്ചത് ശരിയായില്ല എന്നൊക്കെ. ഈ സമയമായിരുന്ന സമയത്ത് ഇതൊക്കെ ഇവിടെ പോയി. അത് ഉത്തരം പറ. അത് പറങ്ങട് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാൻ കരുതുന്നത് രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിഹത്യ ചെയ്യാനായി ശ്രമിക്കുന്ന ഒരു രീതി ഇടതുപക്ഷം ഇതോടുകൂടിയെങ്കിലും ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. അതിനായി സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറണം എന്നുള്ളതാണ്. മനുഷ്യന്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ന്യായവാദങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ സന്ദേശം സിനിമയിൽ കാണുന്ന കുമാരപിള്ള സാറിനെ പോലെയുള്ള ആൾക്കാരുടെ താത്വികമായിട്ടുള്ള ഡയലോഗുകൾ പറയുമ്പോൾ പാർട്ടിയോട് യുക്തിസഹമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും പാർട്ടിയെ തിരുത്തുന്നതിനും പാർട്ടിയിൽ കൂടുതൽ ഉത്തമന്മാർ ഉണ്ടായി വരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അത് നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.